ക്ലോവിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് വിവിധ കാരണങ്ങളാൽ എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ പുതുക്കാൻ സാധിക്കാത്തവർക്ക് പുതുക്കാൻ നിലവിൽ അവസരം വന്നിട്ടുണ്ട്. അപ്പോൾ അവ എപ്രകാരമാണ് പുതുക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള അനുബന്ധ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 1/1/2000 മുതൽ 31/10/2023 വരെയുള്ള കാലയളവിൽ വിവിധ കാരണങ്ങളാൽ എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ പുതുക്കാൻ കഴിയാതെ സീനിയോറിറ്റി നഷ്ടപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ തനത് സീനിയോറിറ്റി നിലനിർത്തിക്കൊണ്ട് രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് ഉത്തരവ് നിലവിൽ വന്നിട്ടുണ്ട്. എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് നിലവിൽ അപേക്ഷകൾ തുടർന്നും സർക്കാരിൽ ലഭിച്ചുകൊണ്ടിരുന്ന സാഹചര്യത്തിലാണ് 1/1/1995 മുതൽ 31/12/2024 വരെയുള്ള കാലയളവിൽ വിവിധ കാരണങ്ങളാൽ രജിസ്ട്രേഷൻ പുതുക്കാൻ കഴിയാത്തവർക്ക് സീനിയോറിറ്റി നിലനിർത്തിക്കൊണ്ട് എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് അവസരം വന്നിട്ടുണ്ട്. തീയതി നമുക്ക് നോക്കാം. 1/2/2025 മുതൽ 30/4/2025 വരെയാണ് ഇതിനുവേണ്ടി സമയം അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ രജിസ്ട്രേഷൻ നമുക്ക് എങ്ങനെയാണ് പൂർത്തീകരിക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് പുതുക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി നമുക്ക് www.employment.kerala.government.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ്. ഇതിൽ നമുക്ക് റിന്യൂവൽ എന്ന ഓപ്ഷനോ റിന്യൂ യുവർ രജിസ്ട്രേഷൻ എന്ന ഓപ്ഷനോ പുതുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. തുടർന്ന് നമുക്ക് രജിസ്ട്രേഷൻ ചെയ്ത മേൽവിലാസം പ്രകാരമുള്ള നിങ്ങളുടെ ജില്ല തുറന്നു വരുന്ന വിൻഡോയിൽ നമുക്ക് സെലക്ട് ചെയ്ത് നൽകാവുന്നതാണ്. അതിനുശേഷം രജിസ്റ്റർ ചെയ്ത എക്സ്ചേഞ്ചിൻ്റെ പേര് തിരഞ്ഞെടുക്കുക. നെയ്യാറ്റിൻകര ആണെങ്കിൽ നെയ്യാറ്റിൻകര, നമ്മൾ ഏത് എക്സ്ചേഞ്ച് മുഖേനയാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അത് നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ശേഷം രജിസ്ട്രേഷൻ നമ്പർ എന്ന ഭാഗത്ത് ഓഫീസ് കോഡ് കാണിക്കുന്നതാണ്. പ്രസ്തുത ഭാഗത്ത് ഓഫീസ് കോഡ് കഴിഞ്ഞ് രജിസ്ട്രേഷൻ നമ്പർ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. നമുക്ക് ഉദാഹരണം നമുക്ക് രജിസ്ട്രേഷൻ ഓഫീസിൻ്റെ രജിസ്ട്രേഷൻ 0/2348 എന്നാണെങ്കിൽ നമ്മളത് ടൈപ്പ് ചെയ്ത ശേഷം നമ്മുടെ നമ്പർ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്ത് നൽകുക. ശേഷം നമുക്ക് ജനന തീയതി ടൈപ്പ് ചെയ്യേണ്ട ഓപ്ഷനാണ്. അവിടെ നമ്മൾ കൃത്യമായി ജനന തീയതി ടൈപ്പ് ചെയ്ത് നൽകിയ ശേഷം ഒരു ക്യാപ്ച കോഡ് നമുക്ക് കിട്ടുന്നതാണ്. ആ ക്യാപ്ച കോഡ് വളരെ കറക്റ്റായിട്ട് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഗെറ്റ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന തൊട്ടടുത്തുള്ള ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് രജിസ്ട്രേഷൻ പുതുക്കാവുന്നതാണ്. തുടർന്ന് നമുക്ക് മറ്റൊരു സ്ക്രീൻ നമുക്ക് ലഭിക്കുന്നതാണ്. ഇതിൽ നമ്മൾ കാണിച്ചിട്ടുള്ള വിവരങ്ങൾ എന്തുക ശരിയാണെന്ന് നമ്മൾ പരിശോധിക്കുക. ഇതിൽ നമുക്ക് റിന്യൂ എന്ന് പറയുന്ന ഒരു ബട്ടൺ നമുക്ക് കാണാൻ സാധിക്കും. ആ റിന്യൂ എന്ന് പറയുന്ന ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ പുതുക്കൽ ചെയ്ത് കഴിഞ്ഞതാണ്. അടുത്ത് റിന്യൂവൽ തീയതി എഴുതി കാണിക്കുകയും ചെയ്യും. ആ ID കാർഡ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷനായ പ്രിവ്യൂ ID കാർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. സോ പ്രിവ്യൂ ID കാർഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ID കാർഡ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ID കാർഡ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ശേഷം നമുക്ക് പ്രിന്യൂ ID കാർഡ് എന്ന ഓപ്ഷൻ വഴി കിട്ടുന്ന എംപ്ലോയ്മെൻറ്റ് ID കാർഡ് നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുത്ത് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് തുടർന്നുള്ള പുതുക്കേണ്ട തീയതി ഏതാണെന്ന് നമുക്ക് ഇതിൽ സ്ക്രീനിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാവുന്നതാണ്. അത് നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കേണ്ടതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തി നമുക്ക് ചില സംശയങ്ങൾ കാര്യങ്ങളുണ്ട്. അത് നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്യാം. 2017 മാർച്ചിന് മുമ്പിലുള്ള രജിസ്ട്രേഷൻ നമ്പർ ടൈപ്പ് ചെയ്യുമ്പോൾ വർഷത്തിൻ്റെ അവസാനം 2 അക്ക സീരിയൽ നമ്പർ ഉദാഹരണം 98/36/24 എന്നായിരിക്കും. അപ്പോൾ അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. 2017 മാർച്ച് മുതൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരുടെ രജിസ്റ്റർ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മളത് വളരെ വ്യക്തമായിട്ട് ഫുള്ളും നമ്മൾ എന്ത് ചെയ്യുക ടൈപ്പ് ചെയ്യുക. അത് ടൈപ്പ് ചെയ്ത് നൽകേണ്ടതാണ്. ഉദാഹരണം നമ്മൾ 2017/66/34 എന്നാണ് നമ്മളെ നമ്പരെങ്കിൽ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക ടൈപ്പ് ചെയ്ത് നൽകേണ്ടതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനകരമായെന്ന് കരുതുന്നു. ഇതിൻ്റെ ലിങ്ക് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് തുടർന്ന് വിജ്ഞാനപരമായ മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.